പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയം ഓഹരി വിപണിയിൽ വൻ തട്ടിപ്പ് നടന്നെന്നാണ് ആരോപണം. മെയ് 31 ഓഹരി വിപണിയിൽ വൻ നിക്ഷേപം നടന്നു. ജൂൺ 4 വിപണി തകർന്നപ്പോൾ വൻ നഷ്ടമുണ്ടായി. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഓഹരികൾ വാങ്ങാൻ ആവശ്യപ്പെട്ടു. സംയുക്ത പാർലമെന്ററി സമിതി ഈ തട്ടിപ്പ് അന്വേഷിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്ന് BJPക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിനു വേണ്ടി എക്സിറ്റ് പോളുകൾ തെറ്റായി വരുത്തി തീർത്തു. ഓഹരി വിപണിയിൽ തിരിമറി നടത്താൻ എക്സിറ്റ് പോളുകൾ ഉപയോഗിച്ചു. ചില പ്രത്യേക കമ്പനികളുടെ ഓഹരികൾ വാങ്ങാൻ പ്രധാനമന്ത്രി പ്രേരിപ്പിച്ചു. ചെറുപ്പക്കാർക്ക് കോടികളാണ് ഓഹരി നിക്ഷേപത്തിലൂടെ നഷ്ടമായത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് നടന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെയ് 30 31 വിപണികളിൽ നടന്ന ഇടപാടുകളെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി മോദിക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും നിക്ഷേപകർക്ക് എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റ് നിക്ഷേപത്തിൽ ഉപദേശം നൽകിയത്? നിക്ഷേപകർക്ക് ഉപദേശം നൽകലാണോ അവരുടെ ജോലി? വിപണിയിൽ കൃത്രിമം കാണിച്ചതിന് സെബി അന്വേഷണം നേരിടുന്ന ബിസിനസ് ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന ചാനലിന് എന്തിന് 2 അഭിമുഖങ്ങളും നൽകി? BJPയും വ്യാജ എക്സിറ്റ് പോളുകാരും എക്സിറ്റ് പോൾ ദിവസം വിപണിയിലെത്തി കോടികളുടെ നേട്ടമുണ്ടാക്കിയ വിദേശ നിക്ഷേപകരും തമ്മിലുള്ള ബന്ധമെന്താണെന്നും അദ്ദേഹം ചോദിച്ചു. ന്യൂസ് ഡെസ്ക് മല്ലു 1. 13th May 2024, the Home Minister says, buy shares before 4th of June. This is a clear indication to retail investors and others to buy stock. 19th May, for the first time, and then repeatedly until the 28th May, the Prime Minister says that the stock market is going to break records on 4th June. Finally, on 1st June, completely fictitious exit polls are released. These investors are given a completely wrong impression. And on the 3rd of June, as we all know, the stock market breaks all records and then crashes on the 4th of June. Whoever has made money as the stock market rose and also as the stock market crashed. And we are interested in having a joint parliamentary committee, a JPC, to investigate the role of the Prime Minister, the role of the Home Minister, role of BJP members, and also those people who have done these fake exit polls. And finally, we want to understand who are the people, these foreign investors, who did these trades. So we want an investigation for that.